ദുബായിൽ നിന്ന് ഫ്ലൈ ദുബായ് വിമാനത്തിൽ വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകേണ്ട മലയാളികളടക്കം നൂറുകണക്കിന് യാത്രക്കാർ പ്രതിസന്ധിയിൽ. കഴിഞ്ഞ മാസം 28-ന് യാത്ര മുടങ്ങി ഹോട്ടലിൽ കഴിഞ്ഞിരുന്ന ഇവരെ യാത്ര തുടരാനായി ഇന്ന് വിമാനത്താവളത്തിൽ എത്തിച്ചെങ്കിലും യാത്ര സാധ്യമായില്ല. ദുബായ് വിമാനത്താവളത്തിന്റെ ടെർമിനൽ 2-ൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇവരിപ്പോഴും. കുവൈത്ത്, സൗദി, ഖത്തർ എന്നീ രാജ്യങ്ങളിലേക്ക് പോകേണ്ട ഈ യാത്രക്കാർക്ക് ലക്ഷ്യസ്ഥാനങ്ങളിലേക്കോ നാട്ടിലേക്കോ പോകാനാകുന്നില്ല. ഷിനോജ് ഷംസുദ്ദീൻ വിശദാംശം നൽകും. ഷിനോജ്, കെട്ടിടത്തോളം വലിയ പ്രതിസന്ധിയിലാണ് ഇവരുള്ളത്. ഇവരുടെ കാര്യത്തിൽ ഇനിയിപ്പോൾ യുദ്ധം കഴിഞ്ഞ് എന്തെങ്കിലും പരിഹാരമാകൂ എന്നാണോ, അതിനിടയിൽ എന്തെങ്കിലും സാധ്യമാകും, അല്ലെ ഇവാക്യുവേഷൻ ഫ്ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും പരിഹാര സാധ്യതകൾ ഉണ്ടോ ഷിനോജ്? സൈഫോ, യഥാർത്ഥത്തിൽ ഇവാക്യുവേഷൻ ഫ്ലൈറ്റിന് വേണ്ടിയാണ് ഇവർ ഇന്ന് ഹോട്ടലിൽ നിന്ന് വിമാനത്താവളത്തിൽ എത്തിയത്. പക്ഷേ ആ ഇവാക്യുവേഷൻ ഫ്ലൈറ്റ് പുറപ്പെടുന്നില്ല, ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് 60-ലധികം മലയാളികളടക്കം നൂറുകണക്കിന് യാത്രക്കാർ ഇപ്പോൾ വിമാനത്താവളം ടെർമിനൽ 2-ൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവർ 28-ാം തീയതിക്ക് മുമ്പ് ഇവിടെ വിവിധ ആവശ്യങ്ങൾക്ക് എത്തിയവരാണ്. ഖത്തറിൽ നിന്ന് എത്തിയവരുണ്ട്, കുവൈത്തിൽ നിന്ന് എത്തിയവരുണ്ട്, സൗദിയിൽ നിന്ന് എത്തിയവരുണ്ട്. ഇവരെല്ലാം അങ്ങോട്ട് തിരിച്ചു പോകാനായി വിമാനത്തിൽ കയറിയതിനു ശേഷം ചിലരൊക്കെ അവിടെ വിമാനത്തിൽ നിന്ന് വ്യോമപാത അടച്ചതിനെ തുടർന്ന് ഇറക്കിയവരാണ്. അതിനുശേഷം ഇത്രയും ദിവസം ഫെബ്രുവരി 28 മുതൽ ഇത്രയും ദിവസം അവർ UAE സർക്കാരിൻ്റെ തന്നെ ചെലവിൽ ഹോട്ടലിൽ കഴിയുകയായിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടെയാണ് അവരോട് വിമാനം പുറപ്പെടുന്നുണ്ട്, വരാം എന്ന് പറഞ്ഞ് ഹോട്ടൽ വെക്കേറ്റ് ചെയ്ത് എയർപോർട്ടിൽ എത്തിച്ചത്. എയർപോർട്ടിൽ എത്തിയതിനു ശേഷമാണ് വിമാനം പുറപ്പെടുന്നില്ല, ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല എന്നുള്ള നിലയിൽ പ്രതിസന്ധിയിലായത്. അഫ്സൽ, ഇന്ന് വിമാനം ഉണ്ടാകുമെന്ന് നിങ്ങളെ അറിയിച്ചു, പിന്നീട് എന്താണ് സംഭവിച്ചത്? അതാ, ഞങ്ങൾ 28 ഫെബ്രുവരി 28 മുതൽ ഇവിടെ ദുബായിലുണ്ട്. ദുബായിൽ ഹോട്ടലിലാണ് നിൽക്കുന്നത്. അഥവാ 11:30 ആയ സമയത്ത് ഞങ്ങൾ കുവൈത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ബസ്സിലൊക്കെ കയറിയതാണ്. അവിടെ നിന്നാണ് ഫ്ലൈറ്റ് ക്യാൻസൽ ആയത് പറയുന്നത്. അങ്ങനെ ഇന്ന് ഒരു 4 മണി വരെ ഞങ്ങൾ ഹോട്ടലിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഹോട്ടലിൽ നിന്ന് അവർ ഞങ്ങളോട് എയർപോർട്ടിലേക്ക് പോകാൻ പറയുകയും ഞങ്ങൾ എയർപോർട്ടിൽ വരികയും ചെയ്തു. കുറെ ആളുകൾക്കൊക്കെ ഫ്ലൈറ്റ് കിട്ടി. മൊത്തം എത്ര പേര് അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു? അതിൽ എത്ര പേർ ഇന്ന് യാത്ര തിരിച്ചു? ബാക്കി എത്ര പേരുണ്ട് അവിടെ? അഥവാ ഇന്നൊരു 4 പേർക്ക് കൊച്ചിയിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടുണ്ട്, അവര് റീഷെഡ്യൂൾ ചെയ്തത് കാരണം. അപ്പൊ ഇവരിപ്പോഴും പറയുന്നത് എന്ന് പറഞ്ഞാല്, ഒന്നെങ്കിൽ കുവൈത്തിലേക്ക് ഫ്ലൈറ്റ് ശരിയാകുന്ന സമയത്ത് കുവൈത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് പോകാനുള്ള വഴി ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. ഇനി അങ്ങോട്ട് നമുക്ക് ഹോട്ടൽ സംവിധാനങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് ആശങ്കയിലാണുള്ളത്. ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾ ഇവിടെ ലൈനിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകളെ സംസാരിച്ച് എയർപോർട്ടിനകത്ത് ടെർമിനൽ തന്നെയാണ് ഉള്ളത്. ടെർമിനലിനകത്താണുള്ളത്. പുതിയ അറിയിപ്പുകളൊന്നും തന്നിട്ടില്ല. പോകാൻ പറ്റിയില്ല, അല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അഥവാ സൗദിയിലേക്കൊക്കെ പോകേണ്ട ആളുകൾക്ക് ടിക്കറ്റ് ഒക്കെ ശരിയാക്കി കൊടുത്തു, പക്ഷെ അത് ക്യാൻസൽ ആണ് എന്നാണ് ഇപ്പോൾ അവരിൽ നിന്ന് അറിയാൻ പറ്റിയത്. അപ്പൊ ഞങ്ങളൊരു കൂട്ടായ്മയായിട്ട് തന്നെ ഇപ്പോൾ ഉണ്ട്, ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഒരു 60ഓളം ആളുകളെ ഗ്രൂപ്പിലുണ്ട്. ഇപ്പോൾ കൊച്ചിയിലേക്ക് നാട്ടിലേക്ക് ഒരു ഫ്ലൈറ്റ് പോകുന്നു അല്ലേ ഇന്ന് വൈകുന്നേരം? കൊച്ചിയിലേക്ക് പോയ ഒരു ഫ്ലൈറ്റിൽ 4 പേർക്ക് ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് തിരിച്ചു പോരാൻ പറ്റില്ല. നാട്ടിലേക്ക് എത്ര പേരുണ്ടാകും? മറ്റിടങ്ങളിലേക്കൊക്കെ ഉള്ള യാത്രക്കാരാണോ? മറ്റിടങ്ങളിലേക്കായിട്ട് ഇനിയും ഒരു 40ഓളം ആളുകൾ ഇനിയും ഉണ്ട്, ഞങ്ങളെ ഈ വിങ്ങിൽപ്പെട്ട ആളുകൾ. അടിയന്തരമായി യാത്ര ചെയ്യേണ്ടവര്, നാട്ടിലെത്തേണ്ടവരൊക്കെ ഉണ്ടാവും അല്ലേ? ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ കുവൈത്തിലേക്ക് ഇല്ലെങ്കിൽ, അതല്ലെങ്കിൽ ഞങ്ങളെ ഡെസ്റ്റിനേഷനൊക്കെ ഇല്ലെങ്കിൽ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോരാമെന്നുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ താമസമൊക്കെ ഹോട്ടലിലായിരുന്നു, UAE സർക്കാരിന്റെ തന്നെ ചെലവിലായിരുന്നു. താമസമൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഇതുവരെ വളരെ സുഖത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. നല്ല 4 സ്റ്റാർ ഹോട്ടലായിരുന്നു, മില്ലേനിയം ഹോട്ടൽ. എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു, ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരമാണ് ഞങ്ങളോട് ഹോട്ടലിൽ നിന്നും വെക്കേറ്റ് ചെയ്യാൻ പറയുകയും എയർപോർട്ടിലേക്ക് വരാൻ പറയുകയും ചെയ്തത്. ഇപ്പോഴും ഫ്ലൈറ്റ് ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നിങ്ങൾ ഉള്ളത് അല്ലേ ടെർമിനലിനകത്ത്? അതെ ആണ്, പക്ഷെ ഇപ്പോഴും കുവൈത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് കുവൈത്തിലേക്ക് എപ്പോഴാണ് പോകുക എന്നതിനെ കുറിച്ച് ധാരണ അല്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, കുവൈത്ത് അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടിലേക്ക് പോയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. നാട്ടിലേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞ സമയത്ത് അതിനുള്ളൊരു മറുപടി എങ്ങനെയാണ്? ഓൾറെഡി അവര് ഷെഡ്യൂൾ ചെയ്ത ഫ്ലൈറ്റില് ബാലൻസ് വരുന്ന സീറ്റില് നമ്മളെ അറേഞ്ച് ചെയ്യാന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ അവർ അറിയിച്ചത്. യെസ്,
എന്തായാലും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു യാത്ര വേഗത്തിൽ സാധ്യമാകട്ടെ. അവിചാരിതമായി ഉണ്ടായ ഒരു ക്രൈസിസ് ആണല്ലോ. നമ്മൾ കൂടെ നിന്ന് മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. നന്ദി അഫ്സൽ പ്രതികരിച്ചതിന്.